ശ്രീദേവിയുടെ മരണത്തിൽ മുങ്ങിപ്പോയി സുന്ദരിയായ ഈ നടിയുടെ മരണം. കൺമുനയിൽ യുവഹൃദയങ്ങൾ കോർത്ത് നൃത്തമാടിക്കുന്നത് വിനോദമാക്കിയ നടിയായിരുന്നു സാധന. ഇതേതു സാധനമെന്നാവും ആദ്യം ചിന്തിക്കുക. അവരെ തിരിച്ചറിയണമെങ്കിൽ അവരുടെ സിനിമകളും ആ മാദകത്തിടം പാടിയിരുന്ന ഗാനങ്ങളും ഏതെന്നറിയണം. സാധന എന്ന മാദകറാണി 60കളിലും 70കളിലും മലയാള സിനിമയെ കണ്ണുകൊണ്ട് നിയന്ത്രിച്ച സുന്ദരിയായിരുന്നു. അവരുടെ കണ്ണിന്റെ ചലനങ്ങൾ കാണാൻ യുവഹൃദയങ്ങൾ അക്കാലത്തെ ഓല ടാക്കീസുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നത്രേ. ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന സിനിമയിലെ ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ എന്ന ഗാനരംഗത്തിൽ പ്രേംനസീറിനൊപ്പം ഒരു കൊള്ളിമീനിനെപ്പോലെ പിടഞ്ഞഭിനയിച്ചത് ഈ സാധനയായിരുന്നു. അതോടെ ശ്രദ്ധിക്കപ്പെട്ട സാധന ലോട്ടറി ടിക്കറ്റ്, CID നസീർ, ലങ്കാദഹനം, രക്തപുഷ്പം, റെസ്റ്റ് ഹൌസ്, രാത്രിവണ്ടി, മറുനാട്ടിൽ ഒരു മലയാളി, പഞ്ചവടി, ലേഡീസ് ഹോസ്റ്റൽ, ഇത്രമാത്രം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഇത്രമാത്രം എന്ന സിനിമ ചെയ്തു മുങ്ങിയ സാധനയെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഗുഡൂരിൽ ഒരു മുസ്ലിം കുടുംബത്തിലായിരുന്നു സാധനയുടെ ജനനം. അവരെക്കുറിച്ച് ഒരു വിവരവുമില്ലാതിരുന്ന സമയത്ത് പഴയകാല നടി ഉഷാറാണി വർഷങ്ങൾക്കു മുമ്പ് സാധനയെ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു. ചെന്നൈയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള ബുഡൂർ എന്ന ഗ്രാമത്തിൽ 500 രൂപ മാസവാടകയുള്ള ഒറ്റമുറിയിൽ ഭർത്താവും ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു. ഉഷാറാണി ഇടപെട്ട് ഇവരുടെ വാർത്ത ചില സിനിമാ മാസികൾ പ്രസിദ്ധീകരിച്ചതിന്റെ ഫലമായി താരസംഘടനയായ അമ്മ 5000 രൂപയും ഉഷാറാണി അവരാൽ കഴിയുന്ന തുകയും കൊടുത്തു സഹായിക്കുമായിരുന്നു. ഭർത്താവ് NK റാവു നേരിട്ടെത്തി പണം കൈപ്പറ്റുകയായിരുന്നത്രേ പതിവ്. 5 മാസത്തിലേറെയായി അവരെ കാണാതിരുന്നത്. വീണ്ടും അന്വേഷിച്ചെത്തിയ ഉഷയ്ക്ക് അറിയാൻ കഴിഞ്ഞത് 5 മാസം മുമ്പ് സാധന തിരുപ്പതിയിൽ വെച്ച് മരിച്ചെന്നും ശവസംസ്കാരം അവിടെ നടത്തിയെന്നുമാണ്. ഇടയ്ക്ക് തിരുപ്പതി ദർശനം നടത്താറുള്ള സാധനയും റാവുവും അങ്ങനെ പോയപ്പോഴാണത്രേ മരണം സംഭവിച്ചത്. അയൽവാസികൾക്കും കൂടുതലൊന്നും അറിയില്ല. ബ്രോക്കറായിരുന്ന റാവു നന്നായി മദ്യപിക്കുന്ന ശീലക്കാരനായിരുന്നു. സാധനയെ നിരന്തരം മർദ്ദിച്ചിരുന്നെന്നും അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ശ്രീദേവിയുടെ മരണത്തിനിടയിൽ ഈ മരണം ആരും അറിയാതെ പോകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടെ അന്ത്യാഞ്ജലിയും. ഫിലിം കോട്ട്. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം 2 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വൈകിയോ? ഉടൻ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യൂ. ആനന്ദം തരുന്ന വാർത്തകൾ വിരിയട്ടെ.